നടി ഷക്കീലയുടെ വളർത്തുമകളായി അറിയപ്പെടുന്ന ട്രാൻസ് യുവതി മില്ല അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നടത്തിയ പരാമർശം വിവാദത്തിൽ. ട്രാൻസ് സമൂഹത്തെ താൻ അധികം പിന്തുണയ്ക്കുന്നില്ലെന്ന് മില്ല പറയുന്നു. എൽ ജി ബി ടി ക്യു വരെ തനിക്കും അറിയാമെന്നും പ്ലസിൽ തനിക്കില്ല അറിയില്ലെന്നും മില്ല പറയുന്നു. റെഡ് നൂൽ എന്ന തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം. ട്രാൻസ് ആളുകളെയും താൻ വലുതായി പിന്തുണയ്ക്കാറില്ല. നമുക്ക് ഉള്ളിൽ തിരിച്ചറിവ് വന്നിട്ടാകാം ട്രാൻസ് ആകണം. 13 വർഷത്തോളമായി എൻ്റെ ഈ യാത്ര തുടങ്ങിയിട്ട്. ഈ കാലയളവിൽ ബയോളജിക്കലായ പുരുഷനെയോ സ്ത്രീകളെയോ അഭിമുഖീകരിക്കാത്ത പല പ്രശ്നങ്ങളും ഞാൻ നേരിട്ടു. അതിന് ഇങ്ങനെ മാറണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ശരിക്കും തോന്നിയ ശേഷം മാത്രം മാറുക. അതുവരെ ശാന്തരാകുക. വിദ്യാഭ്യാസം നേടുക. ഒരു നാടുണ്ടെന്ന് കരുതുക. അവിടെ 50 സ്ത്രീകളും 50 പുരുഷന്മാരുമുണ്ട്. 100 വർഷത്തിനുള്ളിൽ അതൊരു നാടായി മാറും. എന്നാൽ 50 പുരുഷന്മാരോ 50 ട്രാൻസ്ജെൻഡർമാർ വ്യക്തികളോ മറ്റോ ആണെങ്കിൽ 100 വർഷത്തിലൊരു ചുടുകാടായി മാറും. എൻ്റെ ചുറ്റുമുള്ള ലോകത്തെ ഞാൻ അങ്ങനെയാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം എല്ലാവരുടെ ഫീലിങ്സിനും ബഹുമാനിക്കുന്നു. 2 ജെൻഡർ മാത്രമേ ഉള്ളൂന്ന് അമേരിക്ക പറയുന്നു. അത് ഞാനൊരു പ്രശ്നമായി കാണുന്നില്ല. യൂട്രസ് ഇല്ലാത്ത സ്ത്രീകളാണ് താൻ സ്വയം കരുതുന്നില്ലെന്നും മില്ല പറഞ്ഞു. മില്ലയുടെ പരാമർശത്തിൽ ട്രാൻസ് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് തെറ്റായ പ്രതിച്ഛായ ഉണ്ടാക്കുന്ന പ്രസ്താവനയാണെന്ന വാദം. ഷക്കീലയെ മകളായി വളർത്തിയ ട്രാൻസ് വ്യക്തികൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മുമ്പും നടത്തിയിട്ടുണ്ടെന്നാണ് വിമർശനം. അതേസമയം ട്രാൻസ് വ്യക്തികൾക്ക് വേണ്ടി ഷക്കീല നേരത്തെ സംസാരിച്ചിട്ടുമുണ്ട്. ട്രാൻസ്ജെൻഡർമാർ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അവരെ മനസ്സിലാക്കാത്തവർക്ക് എന്താണെന്ന് ഐഡിയ ഉണ്ടാവില്ല. എനിക്ക് അവരെ 25 വർഷമായി അറിയാം. അവരെ വളരെ ഇഷ്ടമാണ്. അവർക്കിടയിലെ മതപരമായ വ്യത്യാസങ്ങളില്ലെന്നും ഷക്കീല ഒരിക്കൽ പറയുകയുണ്ടായിരുന്നു. ബി ഗ്രേഡ് സിനിമകളുടെ മലയാളികളുടെ മാതക നടിയായി മാറി ഒരു കാലത്ത് അറിയപ്പെടുന്ന ഷക്കീല പിന്നീട് ഇത്തരം സിനിമകൾ അഭിനയിക്കുന്നത് നിർത്തി. അക്കാലത്തെ കുടുംബവുമായി ഷക്കീല അകന്നു. ഒറ്റപ്പെടുത്ത ഈ കാലഘട്ടത്തിൽ ട്രാൻസ്ജെൻഡർമാർ വ്യക്തികളെ ഷക്കീല അടുത്തറിയുന്നത്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോ വീട് ഉപേക്ഷിച്ച് വന്നതോ ആയ ഒരുപിടി ട്രാൻസ് വ്യക്തികൾക്ക് ഷക്കീല തുണയായി. ഇതേക്കുറിച്ച് ഷക്കീല അഭിമുഖങ്ങളെ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്.